മുംബൈയിൽ ജനിച്ചു വളർന്ന കുട്ടികൾക്കായി വിഭാവനം ചെയ്ത ആദ്യ സംഗീത മത്സര പരിപാടിയിൽ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 14 കുട്ടികളാണ് മാറ്റുരച്ചത്. ഇപ്പോഴേ തയ്യാറെടുത്തു നിൽക്കാം, നേരം വെളുപ്പിനെ പൊട്ടി വീണിടുകിൽ സൂര്യനും കൂടെ ഉണ്ടായിരിക്കും. ചൂടനെ നമ്മൾക്ക് തട്ടിയും തോണ്ടിയും പൊട്ടക്കിണറ്റിലേക്കുന്തി വീഴ്ത്താം. 4 റൗണ്ടുകളിലായി നടന്ന മത്സരത്തിലെ ആദ്യഘട്ടത്തിൽ നാടൻപാട്ടിലും കവിതാലാപനത്തിലുമായിരുന്നു കുട്ടികൾ കഴിവ് തെളിയിച്ചത്. കുഴമ്പന്റെ തങ്കം ഓമനെ നീ ഉറങ്ങൻ മിഴി വണ്ടിണ തൂമലർത്തേൻ കുഴമ്പന്റെ തങ്കം. ആടിയും പാടിയും ചാടിയും ഓടിയും വാടിയും വീടും മുഖരമാക്കി വാടി വിയർത്ത മുഖാംബുജത്തോടെന്നെ തേടി നീ അന്തിയിൽ വന്ന നേരം. ചലച്ചിത്ര താരങ്ങളായ മനോജ് കെ ജയൻ, ശ്രീധന്യ കൂടാതെ നാടൻപാട്ട് ഗവേഷകൻ ജനാർദ്ദനം പുതുശ്ശേരി എന്നിവരായിരുന്നു ആദ്യ റൗണ്ടുകളിലെ വിധികർത്താക്കൾ. മഴ കൊണ്ടാലും പാവം തുമ്പകൾ മലരിൻ കൂട നിറച്ചു വിരച്ചേ നിൽക്കുകയല്ലോ മേടുകൾ തോറും തിരികൾ തെറുത്തു കൊളുത്ത മുഹൂർത്തം കാത്തു കുഴഞ്ഞു മടങ്ങിയ കരവിരലോടെ ദീപക്കുട്ടികൾ നാട്ടിരിപ്പൂ നറുമുക്കുട്ടികൾ. ഓണക്കോടി വേറെ ഉണ്ടോ? ഓണക്കോടി വേറെ ഉണ്ട്, ഇത് ഓണക്കോടിയല്ല. ഇഷ്ടം പോലെ ഉണ്ടോ? ഉടുപ്പ് ഇഷ്ടം, നല്ല ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതുപോലത്തെ ഒരെണ്ണമുണ്ട്, ഇതിൻ്റെ ഒരു വലിയ ഭയങ്കര ലെങ്ത് ഒക്കെ ആയിട്ടുള്ളത്, എൻ്റെ അളവിലുള്ളത്. നല്ല രസമുണ്ട് കേട്ടോ. മോൻ നന്നായിട്ട് ചൊല്ലി, കവിത നന്നായിട്ട് ചൊല്ലി കേട്ടോ. ഇതെന്താ മേക്കാട്? എന്താ മേക്കാട്? നിരഞ്ജൻ മേക്കാട് എന്താണ്? വീട്ടുപേരാ? പിന്നെന്താണത്? ഫുൾ നെയിം. ഫുൾ നെയിമാ? മേക്കാട് എന്ന് ചെന്ന വീട്ടുപേരാണോ? എന്താണ് സംഭവം? മേക്കാട് വീട്ടുപേരാണ് അല്ലേ? പട്ടാമ്പി ഭാഗത്ത് ഞാൻ അറിയുന്ന ഒരു നമ്പൂതിരി സമുദായത്തിലെ അല്ലേ, അവരുടെ തറവാട്ട് പേര്. നിരഞ്ജൻ ഡോംബൂലി എന്നൊക്കെ ഇടേണ്ടി വരുമോ? അങ്ങനെ ഇട്ടാലോ നമുക്ക്? ഇവിടുത്തെ സ്ഥലപ്പേര് മേക്കാട്, അവിടെ വള്ളുവനാട് ഭാഗത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു വീടാണ് മേക്കാട്. അറിയാം, കേട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ചൊല്ലി, രസമായിട്ട് ചൊല്ലി, നല്ല കോൺഫിഡൻ്റ് ആയിട്ട്. തുടക്കത്തിൽ എടുത്ത് തന്നെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, അതാണ് ഞാൻ ശ്രദ്ധിച്ചത്. പലർക്കും അത് കിട്ടാറില്ല. ഈ പാട്ട് പാടുമ്പോഴും ഇതുപോലെ കവിതയൊക്കെ ചൊല്ലുമ്പോൾ ആൾക്കാർ ഒരു ചെറിയ പേടിയുണ്ടാവും. അങ്ങനെ പേടിയൊന്നുമില്ല, എടുത്തപ്പോഴും നല്ല ഫ്ലോ ആയിട്ട് നല്ല റേഞ്ചിലെടുത്തു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്, സൂപ്പർ, താങ്ക് യു. പുഞ്ചനെൽ പാടങ്ങൾ പുഞ്ചിരി കൊൾകവേ കൊഞ്ചിയും പൂഞ്ചിറകിട്ടടിച്ചും ചെഞ്ചമ്മേ ചാഞ്ചാടി വാണു മലനാട്ടിൽ പഞ്ചവർണ്ണ കിളി ഒന്നു മുന്നം. നിവേദ്യ പാടുമ്പോൾ ഞാൻ എൻ്റെ നാടായ പാലക്കാട്ടിലെ വയലിലൂടെയും വാഴത്തോട്ടത്തിൽ കൂടെയൊക്കെ ഒരു ടൂർ നടത്തി തിരിച്ചു വന്നു. നമ്മുടെ സ്കൂൾ കാലത്തൊക്കെ നമ്മൾ കേട്ടുപഠിച്ചുള്ള ഒരു പദ്യമാണ് അല്ലേ? അതെ. അതിൽ തായ്മൊഴിയെ കുറിച്ച് പറഞ്ഞില്ലേ? ഏതാ തായ്മൊഴി? എൻ്റെ മലയാളം അല്ലേ? അതിനെക്കുറിച്ചല്ലേ അതിൽ പാടിയത് മുഴുവനും? നമ്മൾ പറയും മാതൃഭാഷയിൽ നമ്മൾ എഴുതാനും വായിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റുവാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ കൂടുതൽ ഡെവലപ്പ് ആവുന്നത്. അപ്പോൾ
അത് എല്ലാം ചെയ്തല്ലോ, ബോംബെ തന്നെ വളർന്നിട്ടല്ലേ? അതെ, തീർച്ചയായും. ആ, അപ്പം ഒരുപാട് എന്താ പറയുക, ആശംസകൾ നേരുന്നു. കൂടുതൽ പഠിക്കുക, നല്ല രസമുണ്ട്. എന്നെ പെറ്റൊരു നാളിലെ എൻ്റെ അമ്മ മിളഞ്ഞൊരു കിടങ്ങുണ്ടേ, പുക കൊള്ളിച്ചതു വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ പെരുമ്പം പുള്ളയ്ക്ക്, എൻ്റെ അമ്മ പെരുമ്പം പുള്ളയ്ക്ക്. എന്നെ പെറ്റൊരു നാളില് എൻ്റെ അമ്മ മെടഞ്ഞൊരു കിടങ്ങുണ്ടേ, പുക കൊള്ളിച്ചത് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ പെരുമ്പം പുള്ളയ്ക്ക്, എൻ്റെ അമ്മ പെരുമ്പം പുള്ളയ്ക്ക്. പാടത്തുള്ള വരമ്പത്തെ എൻ്റെ അമ്മയ്ക്കുള്ളൊരു കൊട്ടിലിന് ഇണങ്ങി നിരത്തി തണലും കൊത്തി എന്നെ ഇരത്തും തണലത്ത്, എന്നെ ഇരത്തും തണലത്ത്. എന്നെ പെറ്റൊരു നാളില് എൻ്റെ അമ്മ മെടഞ്ഞൊരു കിടങ്ങുണ്ടേ, പുക കൊള്ളിച്ചത് വെച്ചിട്ടുണ്ട് എൻ്റെ അമ്മ പെരുമ്പം പുള്ളയ്ക്ക്, എൻ്റെ അമ്മ പെരുമ്പം പുള്ളയ്ക്ക്. അനശ്വര മോളുടെ പാട്ട് നന്നായിട്ടുണ്ട്. താങ്ക് യു സർ. ഫസ്റ്റ് വരി എന്താ മോളെ പാടിയത്? എന്നെ പെറ്റ എന്നെ പെറ്റൊരു നാളിലെ എൻ്റെ അമ്മ മിടഞ്ഞൊരു കിടങ്ങുണ്ടി. ആ മതി. മാതാ പിതാ ഗുരു ദൈവം, നമ്മളൊക്കെ നമ്മുടെ അമ്മയാണ് പെറ്റത്. പക്ഷേ മനുഷ്യവർഗം, മൃഗം, പറവകൾ, ഇഴജന്തുക്കൾ, ഇവരെയെല്ലാം പെറ്റ് വളർത്തി നോക്കി വലുതാക്കുന്നത് ആരാണറിയോ? മണ്ണ്. ആ മണ്ണിന് അമ്മ എന്നൊരു പേരും ഉണ്ട്. ഈ നാടൻ പാട്ടുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട നല്ലൊരു കാര്യമാണ് അമ്മ. നമ്മുടെ അമ്മേനെ നമിക്കും പോലെ മണ്ണിനെയും സ്നേഹിക്കണം, ബഹുമാനിക്കണം. ഞാൻ പറയുന്നത് ഏറ്റു പറയൂ. കാടാണ് അമ്മ, കാടാണ് അമ്മ, മണ്ണാണ് ജീവൻ. മണ്ണാണ് ജീവൻ. കാടാണ് അമ്മ, മണ്ണാണ് ജീവൻ. കാടാണ് അമ്മ, മണ്ണാണ് ജീവൻ. അപ്പോൾ കാടിനെയും മണ്ണിനെയും സ്നേഹിക്കുന്ന, സംരക്ഷിക്കുന്ന കുട്ടിയായി മാറട്ടെ, വലിയ കലാകാരിയായി മാറട്ടെ അനശ്വര കുട്ടി. ചടുലമായ താളത്തിലും ഈണത്തിലും ഒന്നിനൊന്നു മെച്ചപ്പെട്ട പ്രകടനങ്ങളുമായാണ് ഇവരെല്ലാം നാടൻപാട്ട് റൗണ്ടിൽ തിളങ്ങിയത്. മാചാടും ചോലയിലെ മീൻ ചാട്ടമുണ്ട് ചേട്ടോ, പോയൊന്നറിയടോ നേരനൂജ. മാഞ്ചാടും ചോലയിലെ ചാട്ടമുണ്ട് ചേട്ടോ, പോയെന്നറിയടോ നേരനൂജ. മാചാടും ചോലയിലെ മീൻ ചാട്ടമുണ്ട് ചേട്ടോ, പോയൊന്നറിയടോ നേരനൂജ. മാഞ്ചാടും ചോലയിലെ മീൻ ചാട്ടമുണ്ട് ചേട്ടോ, പോയെന്നറിയടോ നേരനൂജ. ചെമ്പല്ലി ചെറുവാനാല് ചാട്ടം കണ്ടു ചേട്ടോ, പോയൊന്നറിയടോ നേരനൂജ. മാഞ്ചാടും ചോലയിലെ മീൻ ചാട്ടമുണ്ട് ചേട്ടോ, പോയെന്നറിയടോ നേരനൂജ. ചെമ്പല്ലി ചെറുവാനാല് ചാട്ടം കണ്ടു ചേട്ടോ, പോയൊന്നറിയടോ നേരനൂജ. പൂമരം പൂത്തുലഞ്ഞു പൂവകൈ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ, പൂവാകയിൽ പൂത്തുമ്പി പാറി വന്നേ, ഇന്നെന്റെ നെഞ്ചകത്തിൽ തേനൂറും പൂവായി വിരിഞ്ഞേ. പൂമരം പൂത്തുലഞ്ഞേ പൂവാകത്തുമ്പി, എന്നെ മറന്നോ എന്റെ ഓമന പെൺകിടാവേ, ഇനി എന്നെ മറന്നിടല്ലേ എന്നോമൽ കുളിരേ, ചുണ്ടിൽ ഞാൻ നൽകാം
പുതിയ തലമുറയ്ക്ക് മാതൃഭാഷയുടെ മധുരം നുകരാനും ജന്മനാടിന്റെ സംസ്കാരം പകർന്നാടാനും ഇത്തരം വേദികൾ നിമിത്തമാകുമെന്ന് മനോജ് കെ ജയൻ പറഞ്ഞു. ഈ മഹാനഗരത്തിൽ അത്യാവശ്യം നല്ല സുഹൃത്തുക്കളുണ്ട്. അതുകൊണ്ട് തന്നെ മുംബൈയായിട്ട് വലിയ നല്ലൊരു ആത്മബന്ധമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇടയിലുള്ള നന്മയും നിങ്ങളുടെ വളർച്ചയും നിങ്ങളുടെ കുട്ടികളുടെ ടാലൻസും ഒക്കെ തിരിച്ചറിയാനുള്ള വലിയൊരു അവസരമാണ് ഈ ഒരു സ്ലോട്ട്. അതിലേക്ക് എനിക്ക് എത്താൻ പറ്റിയതിൽ, എന്നെ എത്തിച്ചതിൽ ഒരുപാട് സന്തോഷവും ഒരുപാട് നന്ദിയും ആദ്യം തന്നെ അറിയിക്കുന്നു. ഇന്നിവിടെ നടക്കുന്ന കോൺടെസ്റ്റിൽ ഒരുപാട് കുട്ടികളാണല്ലേ? അതെ. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ വലിയവരിൽ നിന്നും കണ്ടുപഠിക്കണം. അസാധ്യമായ പ്രതിഭകളാണ് ഇന്നത്തെ നമ്മുടെ ഈ ജനറേഷനിലുള്ളത്. അവർക്കൊക്കെ വളരാനുള്ള ഒരു വലിയ വേദിയാണ് മലയാളം കേട്ടുപഠിച്ച കുട്ടികളുടെ പ്രകടനത്തെ ശ്രീധന്യയും പ്രകീർത്തിച്ചു. ഈ പ്രായത്തിൽ ബോംബെയിൽ പഠിച്ച് വളർന്ന് ഇത്ര ഭംഗിയായിട്ട് കവിതയൊക്കെ ചൊല്ലുക, അത് ഉള്ളൂർ അദ്ദേഹത്തിൻ്റെ കവിത ചൊല്ലുക, അപ്പോൾ ശരിക്കും അത്ഭുതമാണ്. വളരെ നന്നായിട്ടുണ്ട്. പേരൻസ് ശരിക്കും അഭിനന്ദനം അർഹിക്കുന്നുണ്ട് ഇതിൽ. ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ 5 മത്സരാർത്ഥികളാണ് മാറ്റുരച്ചത്. ശാന്തമായ തടാകങ്ങളിൽ ശരത് പൂർണിമായ മിനിയിൽ ശാന്തമായ തടാകങ്ങളിൽ ശശിബിംബം തെളിയും പോലൊരു സർവാംഗ സുന്ദരി ഒരുങ്ങി വന്നു എൻ മനസ്സിലും മിഴിയിലും ഒരു നാൾ. നാടകഗാനങ്ങളും ലളിതഗാനങ്ങളും ആലപിച്ചാണ് കുട്ടികൾ കഴിവ് തെളിയിച്ചത്. മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ, കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ. ഒന്നരിവാളം വെളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ ഒന്നരിവാളം വെളിയിൽ കണ്ണെറിയുന്നോളെ ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. പണ്ടു പാടിയ പാട്ടിലൊരെണ്ണം ചുണ്ടിലൂറുമ്പോൾ കൊണ്ടുപോകരുതേ മുരളി, കൊണ്ടുപോകരുതേ. ൂണക്കോടിയുടുത്തു മാനം മേഘ കസവാലി, വെൺമേഘ കസവാലി, മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി. കുട്ടികളിലെ ആലാപന മികവിനോടൊപ്പം ആത്മവിശ്വാസവും പ്രകടമായ വേദിയായിരുന്നു മുംബൈ ടാലന്റ് സംഗീത മത്സര പരിപാടി. എന്താണ്, ടെൻഷൻ ഉണ്ടോ? ഇല്ലല്ലോ. പിന്നെന്താണ് ഇങ്ങനെ ഓരോ 1 വേർഡ് ആൻസർ പോലെ ഇങ്ങനെ അതെ ഇല്ല എന്ന് മാത്രം പറയണേ? ഒന്നുമില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻസാണ് ചോദിക്കുന്നത്. അങ്ങനെ ഓരോ എൻ്റെ അമ്മേ മാഞ്ഞു പോകയോ അനശ്വര, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. വളരെ എൻജോയ് ചെയ്ത് പാടുന്ന മാതിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പാട്ട് ഇഷ്ടമായി പഠിക്കുന്ന സമയത്ത്? അതെ. ഇത്രയും വാക്കുകളൊക്കെ എങ്ങനെ ബൈ ഹാർട്ട് ചെയ്യാതെ ഫുൾ സ്ക്രിപ്റ്റ്? അറിഞ്ഞൂടെ, പെട്ടെന്ന് ബൈ ഹാർട്ട് ആവാറുണ്ട്. എന്താ ചെയ്യുക, ഗോഡ് ഗിവൻ ടാലന്റ് ആണല്ലോ. എനിക്കൊന്നും അറിയില്ല എന്തെങ്ങനെ. അതാണ്. അല്ലിമലർക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ അല്ലിമലർക്കാവുകളിൽ വള്ളികളിലൂയലാടും തെന്നലേ. അപ്പൊ നിരഞ്ജൻ കുട്ടി, എന്തായാലും വളരെ നല്ല അഭിപ്രായമാണ് ജഡ്ജസ് പറഞ്ഞതല്ലേ? പിന്നെ ഈ പാട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് റിലാക്സ് ആയില്ലേ? ഇനിയാണ് ആ റൂബിക്സ് ക്യൂബ് സംഭവം. അതെന്താണ്, ഇങ്ങനെ ടൈമർ വെച്ചിട്ടാണോ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാറ്? ടൈമർ വെച്ചിട്ട് ചെയ്യാറുണ്ട്. അപ്പൊ എത്ര സമയത്തിനുള്ളിൽ ഒരു ക്യൂബ് സോൾവ് ചെയ്യും?
ചിലപ്പോൾ കൂടും ചിലപ്പോൾ കുറയും. മാക്സിമം ആണെങ്കിൽ 1.5 മിനിറ്റ്, മിനിമം ആണെങ്കിൽ 1 മിനിറ്റ്. ഓ, അപ്പോൾ 1 മിനിറ്റിനകത്ത് സോൾവ് ചെയ്യും. ആ, ഒരു മിനിറ്റിന്റെ അകത്തല്ല, 1 മിനിറ്റ് എടുക്കാം സോൾവ് ചെയ്യാൻ. 60 സെക്കൻഡ്സിൽ സോൾവ് ചെയ്യും. ആ, ഒരു മിനിറ്റ് കുറയ്ക്കാൻ ഞാൻ നോക്കുന്നുണ്ട്. 1 മിനിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ, ആരാ അത് കണ്ടിരിക്കണം? ഇതിന് പ്രൂഫ് ഉണ്ടോ? ഉണ്ടല്ലോ. ആരാ കണ്ടിരിക്കണം ഇങ്ങനെ സോൾവ് ചെയ്യുന്നത്? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വീട്ടിലാർക്കെങ്കിലും അറിയോ? ഇങ്ങനെ ടൈമർ വെച്ച് നോക്കിയിട്ടുണ്ടോ? ആ, ഞാൻ വിശ്വസിക്കില്ല. 60 സെക്കൻഡ്സിൽ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യാൻ പറ്റും. എന്നാ കാണട്ടെ. ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനെ എല്ലാവരും മുന്നിൽ വെച്ച് ചെയ്യണ്ടേ? കൊള്ളാം. ഇതാ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ മുംബൈ ടാലൻസിലുള്ള കുട്ടികൾ ഗെയിംസ് മാത്രമല്ല ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഗെയിംസാണ് കളിക്കാറ്. ഗ്രാൻഡ് ഫിനാലെ വേദിയിൽ ആദ്യമായി എത്തിയത് ധൻവിൻ ജയചന്ദ്രനാണ്. ധൻവിൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നന്ദി. ഒരു ഓഡിയൻസ് എന്ന നിലയ്ക്ക് അത് ചെറിയ ചെറിയ സംഗതികളൊക്കെ പാടുന്ന കേൾക്കാൻ നല്ല ക്ലീൻ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും നല്ലോണം ആസ്വദിച്ചു, ഓഡിയൻസും ആസ്വദിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കി നമുക്ക് ജഡ്ജസിൽ നിന്നറിയാം. ധൻവിൻ, യെസ് സർ. മിടുക്കനായി പാടി. നന്ദി സർ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ മാർക്കിടാനാണ് വന്നിരിക്കുന്നതൊക്കെ അങ്ങ് മറന്നുപോയി. അത് പാട്ട് കേട്ട് അതിൻ്റെ ബീറ്റ് കേട്ട് ധന്വിൻ എൻജോയ് ചെയ്ത പോലെ തന്നെ ഞങ്ങളും എൻജോയ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. നന്ദി സർ. ഈ പാട്ട് ആരാ പാടിയെന്നറിയാമോ? അതെ, അറിയാം. സിഒ ആൻഡോ സർ. എക്സാക്ട്ലി. അത് മലയാള നാടക പ്രസ്ഥാനത്തിൻ്റെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും സുവർണ്ണ കാലഘട്ടമായിരുന്നു അത്. ദേവരായ മാഷും ONVയും ചേർന്ന് എഴുതിയിരുന്ന KPSCക്ക് വേണ്ടി എഴുതിയിരുന്ന ഗാനങ്ങൾ. ഇത് ജനനി ജന്മഭൂമി എന്ന നാടകത്തിന് വേണ്ടി എഴുതിയ ഗാനമാണ്. അത് മനോഹരമായി ധന്വൻ പാടി. ഒന്നും തന്നെ പറയാനില്ല. കീപ് പ്രാക്ടീസിങ്. ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. നന്ദി സാർ. ശരിക്കും ആസ്വദിച്ചു ധൻവിൻ. ഈ നാടകഗാനം എങ്ങനെയാ സെലക്ട് ചെയ്തത്? വിനയൻ സാർ സെലക്ട് ചെയ്തു. എനിക്കിത് കേട്ടപ്പോൾ ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കും, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സൺഡേസിൽ നാടകഗാനം വരും റേഡിയോയിൽ രാവിലെ. അപ്പോൾ ആ കേട്ട ഓർമ്മകളാണ് നാടകഗാനങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ. അപ്പോൾ ശരിക്കും അങ്ങനെ ഒരു നൊസ്റ്റാൾജിക് മൂഡിലേക്ക് കൊണ്ടുപോയി ധൻവിൻ. നല്ല രസമായിരുന്നു. നന്ദി മാം. ശരിക്കും ആസ്വദിച്ചു. പഴയ നാടകഗാനങ്ങളുടെ ഈണത്തിലും താളത്തിലും മാത്രമല്ല വേഷത്തിലും പഴമ പകർന്നാടിയാണ് അനശ്വരയും വേദിയിൽ തിളങ്ങിയത്. നാടകത്തിൽ ഏതോ ഒരു കഥാപാത്രം നിൽക്കണ പോലെ ഉണ്ട് ഇപ്പോൾ മുന്നിൽ. ആരാ ഈ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ സെലക്ട് ചെയ്തേ? അമ്മമ്മ. അത് ശരി. റിബണൊക്കെ ഇവിടുന്ന് കിട്ടി ഇങ്ങനത്തെയൊക്കെ? ഇപ്പൊക്കെ കിട്ടുമോ അത്? അമ്മയ്ക്ക് കിട്ടും. ആണോ? നന്നായിട്ട് പഴയ കാലത്ത് ഒരു ലുക്കൊക്കെ വന്നിട്ടുണ്ട്. പുള്ളി പാവാടയും ലിപ്സ്റ്റിക് ഇട്ടില്ലേ? ഇല്ല. എന്ത് പറ്റി? പണ്ടത്തെ കാലത്ത് ഇടാറുണ്ടെന്ന് തോന്നുന്നില്ല. ഇടാറില്ലേ? ലിപ്സ്റ്റിക്ക് പോലെ കളറ് കിട്ടും പണ്ടല്ലേ നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവർക്ക്, ചുമന്നിട്ട്. നെക്സ്റ്റ് ടൈം പാടും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു മാം. അനിൽ സർ. അനശ്വര, യെസ്. വളരെ നന്നായി പാടി. നമ്മൾ പഠിക്കണ്ടോ? പാട്ട് പഠിക്കുകയാണോ? അതെ, ഞാൻ കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഓക്കെ. എവിടം വരെയൊക്കെ ആയി ഇപ്പോൾ? വർണ്ണങ്ങൾ വരെ എത്തി. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? അതെ, ക്ലാസ് ഇച്ചിരി ദിവസത്തിന് വേണ്ടി നിർത്തിയിട്ടുണ്ട്. അത് കാരണം ഇച്ചിരി മറന്നുപോയി. സാരമില്ല. അത് സാരില്ല, അവരൊന്ന് തീരുമാനിച്ചു. നമ്മൾ തീരുമാനിച്ചത് സാരില്ല. അനശ്വരയുടെ കേരളത്തിലെ നാട് എവിടെയാ? ആലപ്പുഴ. അപ്പം വീട്ടിൽ മലയാളം പറയാ? അതെ. നല്ല വൃത്തിയായിട്ട് ചടപടയെന്ന് മറുപടി പറയുന്നുണ്ട്. നന്നായി പാടി. ഈ പാട്ട് ഗൃഹാതുരത്വങ്ങൾ ഉണർത്തുന്ന ഓർമ്മകളുള്ള ഒരു പാട്ടാണ് ഞങ്ങൾക്കൊക്കെ. ഈ കഴിഞ്ഞ ജനറേഷൻ മോളുടെ അച്ഛൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ ആ പ്രായത്തിലുള്ളവർക്ക് വളരെ നല്ല ഒരു, ഞങ്ങളൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുള്ളൊരു പാട്ടാണിത്. മോളിത് നന്നായി പാടി. സകലകലാവല്ലഭനാണ് നിരഞ്ജൻ മേക്കാട്ട്. അല്ല, ഈ റൂബിക്സ് ക്യൂബിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അതെന്താ കാരണം? അങ്ങനെ പെട്ടെന്ന് അതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നാൻ? എനിക്ക് മാത്സ് എന്നുള്ള സബ്ജക്റ്റ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ ഉണ്ടായിരുന്നോ? ഇപ്പല്ലേ? ആയിരുന്നു. അല്ല, ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ടില്ല. ഇനി 3ാം ക്ലാസ് തുടങ്ങുമ്പോൾ വീണ്ടും ഉണ്ട്. മാത്സ് എപ്പോഴും ഉണ്ട്. എപ്പോഴും ഉണ്ട്. ഓക്കെ, ശരി. അപ്പോൾ എൻ്റെ ടീച്ചർ പറഞ്ഞു ഈ മാത്സ്
പഠിക്കണോണ്ട് ഇഷ്ടമായതുകൊണ്ട് റൂബിക്സ് ക്യൂബ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും പറഞ്ഞു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. ആഹാ, അപ്പൊ ടീച്ചറാണ് അങ്ങനെ സജസ്റ്റ് ചെയ്തത്. എന്താ ടീച്ചറുടെ പേര്? സൗമ്യ. അപ്പൊ സൗമ്യ ടീച്ചർക്ക് ഒരു പ്രത്യേകം നന്ദി അല്ലേ? ഇല്ലിമുളങ്കാടുകളിലെ തെന്നലിനെ തിരയുന്ന ഗാനവും വരികളുടെ അർത്ഥവും നിരഞ്ജന് ഹൃദയസ്ഥമാണ്. ഇളവില്ല വേല ചെയ്തു തളരുന്ന നേരമാണ്, ഇതുവഴി പോരുമോ നീ തെന്നലേ തെന്നലേ. നിരഞ്ജൻ, യെസ്. ആരാ ഈ തെന്നല്? തെന്നല് കാറ്റ്. അറിയാലേ, നന്നായിട്ടുണ്ട് കേട്ടോ. ശരിക്കും ആസ്വദിച്ച് തെന്നലിനെ ഇവിടെ വിളിച്ച് വരുത്തിയിരുന്നു കൈ കൊണ്ട്. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു. ഏത് നാടകത്തിലാണെന്നറിയാമോ ഇത്? മുടിയനായ പുത്രൻ. പക്ഷെ എന്തിനാ ഈ മിടുക്കനായ പുത്രൻ അത് പാടിയത്? മിടുക്കനായി പാടി കേട്ടോ. താങ്ക് യു. KS ജോർജിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പാട്ടാണ്. മലയാളികൾ എല്ലായിടത്തും എപ്പോഴും എന്താ പറയുക, കൂട്ടുകാർ കൂടുമ്പോഴും ആഘോഷങ്ങൾക്കിടയിലും ഒക്കെ മേശയിലടിച്ചൊക്കെ പാടുന്ന ഒരു പാട്ടാണിത്. ഇല്ലിമുളങ്കാടുകളിൽ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു പാട്ടാണ്. മോൻ നന്നായി പാടി. അതിനേക്കാൾ കൂടുതൽ എന്താ പറയുക, സോങ്ങിൽ വളരെ ഇൻവോൾവ് ആയിരുന്നു. താങ്ക് യു. പഠിച്ചുകൊണ്ടിരിക്കുകയാണോ മോൻ? ഇപ്പോഴും പാട്ട് പഠിക്കുന്നുണ്ടോ? കർണാട്ടിക് മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഗ്രേറ്റ്. കീപ് പ്രാക്ടീസിങ്. അടുത്ത റൗണ്ടിൽ മിടുക്കനാവട്ടെ. പാട്ടിൽ മാത്രമല്ല അക്ഷരശ്ലോകത്തിലും കേമത്വം തെളിയിച്ചാണ് ഈ കൊച്ചുമിടുക്കൻ വേദി വിട്ടത്. അപ്പോൾ നിരഞ്ജൻ കുട്ടി ചെയ്യുന്ന മാതിരി ഇങ്ങനെ പഠിപ്പും റൂബിക്സ് ക്യൂബും പിന്നെ അത് പോരാഞ്ഞിട്ട് പാട്ടും. ഇനിയുണ്ടോ ലിസ്റ്റ്? സോറി കേട്ടോ. ഡാൻസ്, കവിത, അക്ഷരശ്ലോകം. ആഹാ, അക്ഷരശ്ലോകം. അപ്പൊ എങ്ങനെയാണ് അക്ഷരശ്ലോകം എങ്ങനെ ചൊല്ലുക? അല്ലിൽ കേൾക്കാമലറുമിടി വെട്ടൊച്ച, കാറ്റിന്റെ ചീറ്റം ചില്ലിഭേകപ്രകരമുഖരാലാപകോലാഹലങ്ങൾ, കല്ലിൽ പുല്ലിൽ പുഴയിൽ വയലിൽ കുന്നിലെല്ലാം ഇരമ്പിത്തള്ളിപ്പെയ്യും തകൃതി മഴതന്നുല്ലസത്താളമേളം. ചക്കരപ്പന്തലിലെ ഗാനവുമായാണ് നിവേദ്യ മത്സരിച്ചത്. ചക്കരപ്പന്തലിൽ തീൻമഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനുരാജത്തി രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം. മലയാളി മനസ്സുകളിൽ പാടിപ്പതിഞ്ഞ പൊന്നരിവാളംവിളി എന്ന നാടകഗാനം പുനരാവിഷ്കരിച്ചാണ് അനന്യ കയ്യടി നേടിയത്. പൊന്നരിവാളംവിളിയിൽ കണ്ണെറിയുന്നോളെ, ആമരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ എക്സലന്റ്. വളരെ നന്നായി പാടി. ഒരിടത്ത് പോലും ഒരു ഫ്ലോ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നമ്മളെ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. എന്താ പറയുക, കേൾവിക്കാരൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നതാണ്. പുൽക്കുടിലിൻ പുൽക്കതിരാം കൊച്ചുറാണിയാളെ, കൺകുളിരെ നനക്കു വേണ്ടി നമ്മളൊന്നു പാടാം. ജെന്യൂൻ ആയിട്ടുള്ള സിംഗേഴ്സ് വളരെ കുറഞ്ഞു വരികയാണ്. നമ്മളിപ്പോൾ ഇങ്ങനത്തെ സോങ്സ് പാടണമെങ്കിൽ ഇപ്പോൾ വിജയലക്ഷ്മി മാത്രമേ അങ്ങനെ മലയാളത്തിൽ പാടുന്നുള്ളൂ. ഭയങ്കര ഇൻഡിവിജ്വാലിറ്റി ഉള്ള വോയിസാണ്, സ്റ്റൈലുമാണ്, നല്ല കോൺഫിഡൻറ്റുമാണ്. അപ്പോൾ മേ ബി ഫ്രം 6 or 7 years ഫ്രം നൗ നമുക്കൊരു പ്ലേ ബാക്ക് സിംഗറായിട്ടൊക്കെ കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, വിഷ് ചെയ്യുന്നു. ഒരു രക്ഷയില്ല അനന്യ. ഞാനതിങ്ങനെ കേട്ടിട്ട് ശരിക്കും നമ്മളത് ശ്രദ്ധിച്ചിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് പണ്ട് കേട്ട റേഡിയോയിൽ നിന്ന് കേട്ട ആ പാട്ടുകളുടെ അതേ ഫീലായിരുന്നു. നല്ല രസമായിരുന്നു. ശരിക്കും ആസ്വദിച്ച് കേൾക്കുമായിരുന്നു കേട്ടോ. അന്നത്തെ നാടകഗാനങ്ങളിൽ സിംഗേഴ്സിൻ്റെ വോയിസ് ഇങ്ങനെ തന്നെ ആയിരുന്നില്ലേ? നല്ല രസമായിരുന്നു. പ്രൊനൗൺസിയേഷനും എല്ലാം നന്നായിട്ടുണ്ട്. ഭാവിയിലെ പിന്നണി ഗായിക എന്നാണ് വിധികർത്താക്കൾ അനന്യയെ വിശേഷിപ്പിച്ചത്. ഞാൻ നേരത്തെ ഒരു റിയാലിറ്റി ഷോയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഹരിഹരൻജി എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു പാട്ട് പാടുമ്പോൾ 2 വോയിസ് ബോക്സ് ഉണ്ടോയെന്ന്. ഏകദേശം അതുപോലെ നേരത്തെ റൗണ്ടിൽ ഞങ്ങൾ കേട്ട ശബ്ദമേ അല്ല ഇപ്പോൾ ലളിതഗാനത്തിൽ അനന്യ പാടുമ്പോൾ കേട്ടത്. അതെങ്ങനെ 2 ടോണൽ ക്വാളിറ്റി അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു?
അങ്ങനെ പാടുമ്പോൾ അങ്ങനെ ഇത് മുംബൈ ടാലൻസിലെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ വന്നു പോകണോ ഇങ്ങനെ അതിങ്ങനെ വിചാരിച്ചു സംഗതി അവിടെ ഇടണം വിചാരിച്ചു അവിടെ ഇട്ടു എന്നൊക്കെ ഒരു ഭാഗത്തല്ലേ എല്ലാവരും ഗിഫ്റ്റഡ് ആണ്. അപ്പം എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കണമെന്നൊന്നും അറിയില്ല അല്ലേ ധന്യ മാം? പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല. നല്ല രസമായിട്ട് ഇങ്ങനെ അതിൽ മുഴുകിയിരിക്കുകയായിരുന്നു. ശബ്ദം മാത്രമല്ല, ആളും മാറിയില്ലേ? അതെ, ആകെ ഗെറ്റപ്പ് മാറി ഫുൾ. നല്ല മേക്ക് ഓവറാണ്. നന്നായിരുന്നു, പാട്ടും നന്നായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ പേര് ഇനിയും ഞങ്ങളൊക്കെ വീണ്ടും വീണ്ടും കേൾക്കട്ടെ, പത്രത്തിലും ടി വിയിലൊക്കെ. താങ്ക് യു മാം. അനിൽ സർ? നമ്മൾ നന്നായി പാടി. ഈ പാട്ട് ഒട്ടും എളുപ്പമല്ല എന്ന് എനിക്കറിയാം. കാരണം ഇതിൻ്റെ ബ്രീത്ത് കൺട്രോളിങ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് പല്ലവി തുടങ്ങുന്നിടത്തൊക്കെ അതിൻ്റെ സ്വരമഴയിൽ നിങ്ങൾ നനഞ്ഞുപോയി ഒക്കെ ഒന്നിച്ചെടുത്ത് പാടുന്നത് അത് കിട്ടാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണത്. അവൾ നന്നായി പാടി, നല്ല എഫേർട്ട് എടുത്തു. പിന്നെ വളരെ ഇൻവോൾവ് ആയിരുന്നു സോങ്ങിൽ. ചെറിയ ചെറിയ ലാൻഡിങ്സൊക്കെ പക്കമായിട്ട് വീഴാനായിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ട് തന്നെ പാടി, അല്ലേ? അങ്ങനെ തോന്നുന്നില്ലേ? ഒരു എക്സ് സിംഗർക്ക് എന്താ പറയാനുള്ളത്? യെസ് തീർച്ചയായിട്ടും. എക്സ് സിംഗർ അല്ല, എന്താ പറയാ, മത്സരാർത്ഥിക്ക്. തുടക്കത്തിനെക്കാട്ടില് ലാസ്റ്റ് ചരണത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറച്ചും കൂടെ ആള് വാമപ്പ് ഒക്കെ ആയിട്ട് സെറ്റായി അല്ലേ? അത് ശാന്തമായി എന്നൊക്കെ പറയുന്നതിൽ ഇടുന്ന ഒരു എക്സ്പ്രഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നന്നായി പാടി മോളെ. ഓൾ ദ ബെസ്റ്റ്. ഇനിയുള്ള യാത്രയിൽ, സംഗീത യാത്രയിൽ ഒരുപാട് വിജയങ്ങളുണ്ടാവട്ടെ. ഗോഡ് ബ്ലെസ് യു. ടെലിവിഷൻ സീരിയലിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ശ്രീധന്യയും അനിൽ മോഹനും വിധികർത്താക്കളായിരുന്നു. സിന്ധുവിൽ നീരാടീരനായി അമ്പലമുറ്റത്തു വന്നു നിൽക്കും സുന്ദരി നീ എന്തിനായി കണ്ണയക്കുന്നീ ആൽമരച്ചോട്ടിൽ. നല്ല രസമായിരുന്നു. ഞാനും ആസ്വദിച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. ഈ അർത്ഥമൊക്കെ അറിയാലോ അല്ലേ പാടുമ്പോൾ? അതെ അതെ. അപ്പം അതിങ്ങനെ ഉൾക്കൊണ്ടാണോ പാടിയേ? ആളെന്ന് പറയണ്ട, പോട്ടെ, ഇല്ലാന്ന് പറഞ്ഞാൽ മതി, അതായിരിക്കും നല്ലത്. നല്ല ഫീലായിരുന്നു. എന്തായാലും നല്ല രസമായിരുന്നു. നന്ദി, ആസ്വദിച്ചു. വളരെ നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. വളരെ നന്നായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു തുടങ്ങി ഒരു ഗ്രാഫ് വരയ്ക്കണ പോലെയായിരുന്നു. പാട്ട് തുടങ്ങി പല്ലവി അനുപല്ലവി ചരണമൊക്കെ ആകുമ്പോഴത്തേക്കും ഫുൾ ബ്ലാസ്റ്റായി. വളരെ രസകരമായിരുന്നു. സംഗതികളൊക്കെ നല്ല കൃത്യമായിട്ടൊക്കെ വീണ് ഒക്കെ ആയിരുന്നു. താങ്ക് യു സർ. വിസ്മയിപ്പിക്കുന്ന പ്രകടനങ്ങളായിരുന്നു മുംബൈയിൽ ജനിച്ചു വളർന്ന കുട്ടികൾ കാഴ്ചവെച്ചതെന്ന് വിധികർത്താക്കളായ അനിൽ മോഹനും ശ്രീധന്യയും പറഞ്ഞു. ഈ ഒരു എഫേർട്ട് തന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാം. നിങ്ങളെപ്പോലുള്ള കുട്ടികൾ മുംബൈയിൽ താമസിച്ചിട്ട് പഴയ നാടകഗാനങ്ങൾ എന്താ പറയുക, ലിറിക്സ് ഒന്നും തെറ്റാതെ ഭംഗിയായി പാടുന്ന കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. നഗരജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ മാതൃഭാഷയുടെ മധുരവും ജന്മനാടിന്റെ സംസ്കാരവും മക്കൾക്ക് പകർന്നു നൽകുവാൻ സമയം കണ്ടെത്തിയ രക്ഷിതാക്കളെ വിധികർത്താക്കൾ പ്രത്യേകം അഭിനന്ദിച്ചു. മത്സരത്തിൽ അനന്യ ദിലീപ് 1ാം സ്ഥാനം കരസ്ഥമാക്കി. രണ്ടാം സ്ഥാനം ധൻവിൻ ചേചന്ദ്രനും നിരഞ്ജൻ മേക്കാട്ടും പങ്കിട്ടു. മൂന്നും 4 സ്ഥാനങ്ങൾക്ക് അനശ്വരയും നിവേദിയും അർഹരായി.